another video. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അഥവാ ന്യൂസിലാൻഡിലോട്ടുള്ള വിസിറ്റിംഗ് വിസ നമുക്ക് ഒരു വർക്ക് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ന്യൂസിലാൻഡ് വിസിറ്റിംഗ് വിസയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം ന്യൂസിലാൻഡിലോട്ട് പൊതുവെ ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. ഇപ്പോൾ കാനഡ അതേപോലെ UK പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വർക്ക് വിസക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അവരെല്ലാം പഠിക്കാൻ പോകുന്നതിനും ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ സ്റ്റേ ബാക്കിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അതേപോലെ തന്നെ വർക്ക് വിസൻ്റെ കാര്യങ്ങളായി ചെയ്യുന്നത് ന്യൂസിലാൻഡിലോട്ടുള്ള വർക്ക് വിസനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോക്ക് നമുക്ക് ഫസ്റ്റ് നോക്കാം ന്യൂസിലാൻഡിലോട്ടുള്ള വിസിറ്റിംഗ് വിസൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വിസിറ്റിംഗ് വിസ എങ്ങനെ വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. അതേപോലെ തന്നെ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെ അപ്ലൈ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. കൺട്രിയിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് ഇപ്പം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കണം നമ്മൾ ലഭിക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പൊതുവേ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. അഥവാ ടോപ്പ് 10 അഥവാ 4ാമതായിട്ട് വരുന്ന ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. സേഫസ്റ്റ് എന്ന് പറയാനുള്ള കാരണം അവിടുത്തെ ക്രൈം റേറ്റ് ഒക്കെ വളരെയധികം കുറവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അഥവാ PR-ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ന്യൂസിലാൻഡ് പൗരന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ ആ കൺട്രിയിൽ കിട്ടുന്ന സെയിം ബെനിഫിറ്റ്സ് നിങ്ങൾക്കും അവിടെ കിട്ടും. അതുകൊണ്ടാണ് നമ്മളെന്താണ് ഒരു വർക്ക് പെർമിറ്റ് റെസിഡൻ്റ് ആയിട്ടാണ് നമ്മളവിടെ അവർ ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനും കൂടെ ക്യാരി ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ സെയിം റൈറ്റ്സ് ആണ്. ഇപ്പോൾ ന്യൂസിലാൻഡ് പൗരന് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂസിലാൻഡ് പൗരൻസിന് എന്തൊക്കെ സിറ്റിസൺസിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് ആ സെയിം റൈറ്റ്സ് നമുക്കുണ്ടാവും. അതേപോലെ തന്നെ വോട്ട് ചെയ്യാനും അതേപോലെ തന്നെ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും നമുക്ക് എന്താ ഒരു പൈസയും കൂടാണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെയുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് അതേപോലെ തന്നെ ഈ വിസക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 55 വയസ്സ് വരെ നമുക്കുള്ള ആളുകൾക്ക് പോലും അതിനിടയിലുള്ള ആളുകൾക്ക് പോലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏജ് ഒരു ഘടകം അല്ല എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഘടകമാണെങ്കിൽ തന്നെ ഒരു 55 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് പോലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമുക്ക് വിസിറ്റിംഗ് വിസനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വിസിറ്റിംഗ് വിസ 6 മന്തുള്ള വിസിറ്റിംഗ് വിസ ഉണ്ട്. അതേപോലെ തന്നെ 9 മാസമുള്ള വിസിറ്റിംഗ് വിസ ഉണ്ട്. അപ്പോൾ 6 മന്ത് വിസിറ്റിംഗ് വിസേൻ്റെ വാലിഡിറ്റി അത് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് വരിക. അഥവാ നമുക്ക് ഈ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ 9 മന്ത്സ് സിംഗിൾ എൻട്രി പെർമിറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 3 മന്ത് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് ആയിട്ട് വരുന്നത് $211 ന്യൂസിലാൻഡ് വരുന്നത്. അതേപോലെ പ്രോസസ്സിംഗ് ടൈം വിത്തിൻ 1 വീക്ക് അതായത് 1 to 2 വീക്സ് എടുക്കും എന്നുള്ളതാണ് ഈ വിസനെ കുറിച്ചിട്ട് നോർമലായിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് വിസിറ്റിംഗ് വിസേൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എലിജിബിലിറ്റി അഥവാ സെർട്ടൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അഥവാ നമുക്ക് വിസിറ്റിംഗ് വിസ കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടാണ്. പിന്നെ നമ്മളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സുകളാണ്. നമ്മളെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ആവശ്യം. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ്. നിങ്ങൾ നാട്ടിൽ ക്രൈമിലും കാര്യങ്ങളൊന്നും പാർട്ടിസിപ്പേറ്റ് അല്ല എന്നുള്ളതിനുള്ള ഇതാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ്. അതേപോലെ തന്നെ പിന്നെ ഡോക്യുമെൻ്റ് കമ്പനി നിങ്ങളുടെ ആരെങ്കിലും ന്യൂസിലാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. കമ്പാനിയനോ നിങ്ങളുടെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഫണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കരുതേണ്ടതുണ്ട്. അക്കൗണ്ടിൽ നമുക്കൊരു 6 മന്ത് അല്ലെങ്കിൽ 9 മന്ത്സ് നമ്മളവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ നമുക്കൊരു അക്കൗണ്ടിൽ നമ്മൾ ഇത്ര എമൗണ്ട് കാണിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ന്യൂസിലാൻഡ് ഡോളറായിട്ട് നിങ്ങൾ കാണിക്കേണ്ടത്. അഥവാ 1000 ന്യൂസിലാൻഡ് ഡോളറാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 400 ന്യൂസിലാൻഡ് ഡോളർ കാണിച്ചാൽ മതി. അതേപോലെ തന്നെ അടുത്ത് നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് വരുന്നത് കോംപ്രഹെൻസീവ്നെസ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം.
പിന്നെ നമുക്ക് ഒരു വിസിറ്റിംഗ് വിസ നമുക്ക് ഇപ്പോൾ ഇൻ കേസ് നമുക്കൊരു വിസിറ്റിംഗ് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ വിസിറ്റിംഗ് വിസ വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അഥവാ നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അക്രിഡിയേറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറഞ്ഞിട്ട്. അഥവാ അക്രിഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പുറത്തു നിന്നുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങൾ ന്യൂസിലാൻഡിൽ വിസിറ്റിംഗ് വിസ എടുത്ത് പോയതിന് ശേഷം നിങ്ങളവിടെ നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിന് റെസ്പോണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഒരു വിസ എല്ലാം എടുത്തിട്ട് അവിടെ പോയി ജോലി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങൾക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ന്യൂസിലാൻഡിലോട്ട് ഈ ഒരു വിസക്ക് നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. വിസിറ്റിംഗ് വിസ ഒരു 6 മന്ത് അല്ലെങ്കിൽ 9 മന്ത്, കാരണം നല്ലൊരു പോസിബിലിറ്റിയാണ്. കാരണം നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് ന്യൂസിലാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ജോലിയെല്ലാം കിട്ടാനുള്ള സാധ്യത ബാക്കിയുള്ള കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കൂടുതൽ. അപ്പോൾ